അസ്സലാമു പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, മരണവാർത്തയാണ്. ഇതുപോലുള്ള വാർത്തകൾ കേൾക്കാൻ താല്പര്യമുള്ളവർക്ക് ഇവിടെ തുടരാം, അല്ലാത്തവർക്ക് ബാക്ക് അടിച്ചു പോകാം. നമ്മൾ ഈ ചാനലിൽ കൂടി മരണവാർത്തകളാണ് നിങ്ങളുടെയൊക്കെ മുന്നിലെത്തിക്കാറ്. ഇതുപോലെ എനിക്കും നിങ്ങൾക്കും അറിയാത്ത ആരൊക്കെയോ മരണപ്പെട്ടവരുടെ വിവരം നിങ്ങളുടെയൊക്കെ മുന്നിലെത്തിക്കുന്നത് മരണപ്പെട്ടവർക്ക് പ്രാർത്ഥന ലഭിക്കുവാനും മരണത്തെക്കുറിച്ച് ചിന്തിക്കുവാനും മരണത്തിന് വേണ്ടി തയ്യാറെടുക്കുവാനുമാണ്. മരണത്തിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പ് നമ്മുടെയൊക്കെ ജീവിതവും മരണവും അല്ലാഹു തആല സന്തോഷത്തിലാക്കി തരട്ടെ, ആമീൻ. നമ്മൾ ഈ ചാനലിൽ കൂടി ഒരുപാട് കുടുംബത്തിന്റെ വേദനയിലാണ് പങ്കുചേരുന്നത്. ഒരുപാട് മരണപ്പെട്ടവർക്ക് വേണ്ടി ദുആ ചെയ്യാനും പറ്റിയിട്ടുണ്ട്. ഇലക്ഷൻ റിസൾട്ടിന്റെ തിരക്കിലാണ് നമ്മളെല്ലാവരും. അതിനിടയിൽ മറന്നുപോയ കുടുംബത്തിന്റെ വേദനയിലാണ് നമ്മൾ ഇന്ന് പങ്കുചേരാൻ പോകുന്നത്. മരണവാർത്ത തന്നെയാണ്. സങ്കടപ്പെടുത്തുന്നതും വേദനിപ്പിക്കുന്നതുമായ വാർത്തകളെ എനിക്ക് ഇതിലൂടെ നിങ്ങളെ അറിയിക്കാനുള്ളൂ. 2 പേരുടെ മരണവാർത്തയാണ് നിങ്ങളെ അറിയിക്കാനുള്ളത്. ഈ ഒരു പൊന്നുമോൾക്ക് വേണ്ടി നിങ്ങളെല്ലാവരും ദുആ ചെയ്യണം കേട്ടോ. ചെറിയ മക്കളാണ് ഈ അടുത്തായിട്ട് മരണപ്പെട്ടു പോകുന്നത്. പടച്ച റബ്ബ് നമ്മുടെ മക്കളെയൊക്കെ കാക്കട്ടെ. നമ്മളൊക്കെ നമ്മുടെ മക്കൾക്ക് വേണ്ടിയാണ് ജീവിക്കുന്നത്. നമ്മുടെയൊക്കെ ജീവനും ജീവിതവും ഒക്കെ നമ്മുടെ മക്കളാണ്. പ്രിയപ്പെട്ടവരെ, അവർക്ക് വേണ്ടി നമ്മൾ എന്നും 5 നേരവും ആഫിയത്തിന് വേണ്ടി ദുആ ചെയ്യണം. മക്കൾക്ക് ആഫിയത്തിന് വേണ്ടി ദുആ ചെയ്യുമ്പോൾ പടച്ച റബ്ബിന്റെ ഒരു സംരക്ഷണ വലയം അവരിലുണ്ടാകും. എത്രയെത്ര മക്കളാണ് പെട്ടെന്നും പുടുന്നതിനും അപകടത്തിലും എല്ലാതെയും മരണപ്പെട്ടു പോയത്. പടച്ച റബ്ബ് നമ്മുടെ മക്കളെയൊക്കെ കാക്കട്ടെ. നമ്മുടെ മക്കൾക്കൊക്കെ ആഫിയത്തുള്ള ദീർഘായുസ് നൽകുമാറാകട്ടെ. 14 വയസ്സ് മാത്രമേ പ്രായമുള്ളൂ. ഫാത്തിമ എന്നാണ് പേര്. മരണപ്പെട്ടിരിക്കുകയാണ്. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ഇന്നലെ തിങ്കളാഴ്ച പോഴുങ്കര നൂർമഹൽ ഓഡിറ്റോറിയത്തിന് മുമ്പിൽ താമസിക്കുന്ന അബൂബക്കർ സാഹിബിന്റെ മകൾ ഹിബ ഫാത്തിമയാണ് മരണപ്പെട്ടത്. മോഡൽ ഹൈസ്കൂളിലെ 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയാണ്. ഖബറടക്കം മേപ്പറമ്പ് ഖബർസ്ഥാനിയിൽ നടന്നു. അല്ലാഹു തആല പൊന്നുമോളുടെ ഖബറിടം വിശാലമാക്കി കൊടുക്കട്ടെ. പടച്ച റബ്ബ് സ്വർഗീയ പൂങ്കാവനം തന്നെ നൽകുമാറാകട്ടെ. എല്ലാവരും ദുആ ചെയ്യണം. നമുക്ക് അവസാനം ദുആ ചെയ്യാം. പിന്നെ നമുക്ക് ഏറെ വേദനയോടെ അറിയിക്കാനുള്ളത് കഴിഞ്ഞ ദിവസം നടന്ന ഒരു മരണമാണ്. തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ടിന്റെ തിരക്കിൽ ഇത് വലിയൊരു വാർത്തയായില്ല. നിങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ടോ എന്നറിയില്ല. ഒരു നാട് മൊത്തം സന്തോഷത്തിലായ ആ ഒരു ദിവസം ആ നാട് മൊത്തം പൊട്ടിക്കരഞ്ഞു പോവുകയാണ്. ഈ ഒരു മനുഷ്യനാണ് മരണപ്പെട്ടു പോയത്. മക്കളുടെ കല്യാണത്തിന് വേണ്ടി ഓടി നടന്നതാ. അവസാനം കല്യാണത്തിന്റെ ആ ഒരു ദിവസം ഉപ്പ മരണപ്പെട്ടു പോവുകയാണ്. ഈ ഒരു മനുഷ്യൻ മരണപ്പെട്ടു പോവുകയാണ്. അതിദയനീയമായ ഒരു വാർത്തയായിരുന്നു അന്ന് നമ്മൾ കേട്ടത്. വിവാഹം എന്നത് എല്ലാ വീട്ടിലും ഏറ്റവും വലിയ സന്തോഷം നൽകുന്ന നിമിഷങ്ങളാണ്. എന്നാൽ ആ ഒരു സന്തോഷത്തിന്റെ നടുവിൽ വേദനയുടെ കറുത്ത നിഴൽ വീഴുകയാണ്. മരണപ്പെട്ടിരിക്കുന്നത് മഹ്മൂദാണ്, 58 വയസ്സ്. ഇവരുടെ മക്കളുടെ കല്യാണമാണ് ഈ കഴിഞ്ഞ ഞായറാഴ്ച. അതിനുവേണ്ടിയുള്ള ആഘോഷമായിരുന്നു, അതിനുവേണ്ടിയുള്ള ആ ഒരു സന്തോഷത്തിലായിരുന്നു ആ ഉപ്പ. മക്കളായ ഫാസിലിൻ്റെയും ഫാമിയുടെയും വിവാഹം നടക്കാൻ മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെ പിതാവായ മഹ്മൂദ് മരണപ്പെട്ടു പോവുകയാണ്. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. മക്കളുടെ കല്യാണത്തിന് വേണ്ടി ഓടി നടന്ന് അത് കാണാൻ ആ മനുഷ്യനായില്ല. പടച്ച റബ്ബേ, വല്ലാത്തൊരവസ്ഥയാണ് റബ്ബേ. വീട്ടിൽ ആഘോഷവും ചിരികളും നിറഞ്ഞു നിൽക്കുന്ന ആ ഒരു സമയത്താണ് ഇത് സംഭവിക്കുന്നത്. പെട്ടെന്ന് മഹ്മൂദിന് ശാരീരിക അസ്വസ്ഥതയുണ്ടായി. അതിനെ തുടർന്ന് എത്രയും പെട്ടെന്ന് തലശ്ശേരിയിലെ സഹകരണ ആശുപത്രിയിൽ എത്തിച്ചു. പക്ഷേ മഹ്മൂദിന്റെ ജീവൻ രക്ഷിക്കാനായില്ല, മരണപ്പെട്ടുപോയി. ഇത്രയേ ഉള്ളൂ മനുഷ്യൻ്റെയൊക്കെ അവസ്ഥ. നമ്മളൊക്കെ എന്തൊക്കെ അഹങ്കരിച്ച് നടക്കുന്നു. ഒരു നിമിഷം കൊണ്ടല്ലേ പടച്ച റബ്ബ് ഒക്കെ മാറ്റി മറിക്കുന്നത്. എന്തിനാണല്ലേ നമ്മൾ അങ്ങനെയൊക്കെ കളിക്കുന്നത്? അതൊക്കെ ചിന്തിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഇതുപോലുള്ള വാർത്തകൾ നിങ്ങളുടെയൊക്കെ മുന്നിലെത്തിക്കുന്നത്. സന്തോഷത്തിനായി ഒരുക്കിയിരുന്ന ആ ഒരു വീട് പെട്ടെന്ന് മരണവീടായി മാറുകയാണ്. മംഗലം നടക്കേണ്ട ആ ഒരു വീട് മരണവീടായി മാറി. പ്രിയപ്പെട്ടവരെ, മരണം എന്നുള്ളത് പടച്ചറബിൻ്റെ കലായാണ്. പടച്ചറബിൻ്റെ വിധിയെ മാറ്റിമറിക്കാൻ നമുക്ക് ആർക്കും സാധിക്കില്ല. നമുക്ക് ആ കുടുംബത്തിനും മരണപ്പെട്ടവർക്കും വേണ്ടി ദുആ ചെയ്യുക. അത്രേ നമുക്കിനി അവർക്ക് വേണ്ടി ചെയ്യാനുള്ളൂ. ആ നാട് മൊത്തം ആ മനുഷ്യനെ ഓർത്ത് വല്ലാതെ വേദനിക്കുകയാണ്. മക്കളുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആ ഒരു ദിവസം അവരുടെ കൈ പിടിച്ച് നിൽക്കാൻ കഴിയാതെ മഹ്മൂദ് വിട പറഞ്ഞു പോയത് അവിടെയുള്ള നാട്ടുകാർക്കും ബന്ധുക്കൾക്കും ഒരുപോലെ വേദനയുണ്ടാക്കി. ഹൃദയം തകർക്കുന്ന ഒരു ഓർമ്മയായി മാറിയിരിക്കുകയാണ് മഹ്മൂദ്. മക്കളുടെ വിവാഹവേദിയിൽ പിതാവിൻ്റെ സാന്നിധ്യമില്ലാത്ത ആ ഒരു കല്യാണപ്പന്തൽ ഇന്നും കണ്ണീരിലാണ്. പ്രിയപ്പെട്ടവരെ, എല്ലാവരും ദുആ ചെയ്യുക. പടച്ച റബ്ബ് ഇതുപോലുള്ള മരണത്തെ തൊട്ട് എല്ലാവരെയും കാക്കുമാറാകട്ടെ. പടച്ച റബ്ബേ, അർഹമുറാഹിമായ റബ്ബേ, ഈ മരണപ്പെട്ടു പോയവർക്ക് നീ സ്വർഗം കൊടുത്ത് അനുഗ്രഹിക്കണേ റബ്ബേ. പടച്ച റബ്ബേ, മഹ്മൂദ് എന്ന ഇദ്ദേഹം നിന്റെ റഹ്മത്തിലേക്ക് വന്നിരിക്കുകയാണ് റബ്ബേ. പടച്ച റബ്ബേ, ഇവർക്ക് നീ മഹഫിറത്തും മർഹമത്തും കൊടുത്ത് അനുഗ്രഹിക്കണേ റബ്ബേ. ഖബറിലെയും നരകത്തിലെയും മുഴുവൻ അദാബിനെ തൊട്ടും ഈ മയ്യത്തിനെ നീ കാക്കണേ റബ്ബേ.
പടച്ച റബ്ബേ, ഇവർക്ക് നീ സ്വർഗം കൊടുത്ത് അനുഗ്രഹിക്കണേ റബ്ബേ, നരകം ഹറാമാക്കി കൊടുക്കണേ റബ്ബേ. ഇവരുടെ ജീവിതത്തിൽ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ പൊരുത്തപ്പെട്ട് മാപ്പാക്കി കൊടുക്കണേ അള്ളാഹുവേ, ഇതുപോലുള്ള പെട്ടെന്നുള്ള മരണത്തെ തൊട്ട് എല്ലാവരെയും നീ കാക്കണേ റബ്ബേ. മക്കളുടെ കല്യാണ ദിവസമാണ് റബ്ബേ. മഹ്മൂദ് നിന്റെ റഹ്മത്തിലേക്ക് വന്നിരിക്കുന്നത് പടച്ച റബ്ബേ. കുടുംബത്തിന് നീ ക്ഷമയും സമാധാനവും സഹനശക്തിയും നീ കൊടുക്കണമേ റബ്ബേ. ആ കുടുംബത്തിന്റെ നാളെ മുന്നോട്ടുള്ള ജീവിതം നീ റാഹത്തിലാക്കി കൊടുക്കണേ റബ്ബേ, സന്തോഷത്തിലാക്കി കൊടുക്കണേ റബ്ബേ. അള്ളാഹുവേ, അർഹമുറാഹിമായ റബ്ബേ, ഫാത്തിമ എന്ന ഈ ഒരു പൊന്നുമോള് നിന്റെ റഹ്മത്തിലേക്ക് വന്നിരിക്കുകയാണ് റബ്ബേ. പടച്ച റബ്ബേ, സ്വർഗം കൊടുക്കണേ നരകം ഹറാമാക്കി കൊടുക്കണേ റബ്ബേ. 14 വയസ്സ് മാത്രമേ പ്രായമുള്ളൂ റബ്ബേ. എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ പൊരുത്തപ്പെട്ടു കൊടുക്കണേ പടച്ച റബ്ബേ, ആ പൊന്നുമോളുടെ മാതാപിതാക്കൾക്ക് നീ ക്ഷമയും സമാധാനവും സഹനശക്തിയും നീ കൊടുക്കണമേ റബ്ബേ. ആ പൊന്നുപ്പാന്റെ മനസ്സ് മാറാതെ നീ തന്നെ നോക്കണേ റബ്ബേ. അവരുടെ നാളെ മുന്നോട്ടുള്ള ജീവിതം നീ റാഹത്തിലാക്കി കൊടുക്കണേ റബ്ബേ, സന്തോഷത്തിലാക്കി കൊടുക്കണേ റബ്ബേ. പടച്ച റബ്ബേ, നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ നമ്മുടെ മക്കളെ നീ കൊണ്ടുപോകല്ലേ റബ്ബേ. നമ്മുടെ മക്കൾക്കൊക്കെ നീ ആഫിയത്തുള്ള ദീർഘായുസ് നീ നൽകണേ റബ്ബേ. മാരകമായ രോഗത്തിൽ നിന്നും നമ്മുടെ മക്കളെയൊക്കെ നീ കാക്കണേ റബ്ബേ. പടച്ച റബ്ബേ, ഇതുപോലുള്ള പെട്ടെന്നുള്ള മരണത്തെ തൊട്ട് എല്ലാവരെയും നീ കാക്കണേ റബ്ബേ. പടച്ച റബ്ബേ, ഈ പാപിയായ സാധാരണക്കാരായ ഞങ്ങളുടെ ദുആ നീ സ്വീകരിക്കണേ റബ്ബേ. മരണപ്പെട്ടുപോയ ഇവരുടെ ഖബറിലേക്ക് നീ എത്തിച്ചു കൊടുക്കണേ റബ്ബേ. ആമീൻ ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രിയപ്പെട്ടവരെ എല്ലാവരും ദുആ ചെയ്യുക. പറ്റുന്നവരൊക്കെ യാസീനും ഫാത്തിയും മോദി ഹദിയ ചെയ്യുക. ഇൻഷാ അല്ലാഹ്. ദുആ വസിയത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.